ഹായ്, ഞാൻ ഇന്ന് സംസാരിക്കുന്നത് കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് ഇൻ റിലേഷൻഷിപ്പ് ഒക്കെ അല്ലെങ്കിൽ ഇഷ്യൂസ്, പ്രോബ്ലംസ്, ദോസ് കൈൻഡ് ഓഫ് തിങ് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ഇടയ്ക്ക് വേൾഡ് കപ്പ് ജയിച്ചു. 2024 T20 വേൾഡ് കപ്പ്, ക്രിക്കറ്റ് വേൾഡ് കപ്പ്. ഓക്കെ, ഇപ്പോൾ ക്രിക്കറ്റ് ഓൾമോസ്റ്റ് 150 ഇയേഴ്സിൻ്റെ എബോവ്, അത്രയും വർഷങ്ങളായിട്ട് ഒരു സ്പോർട്സ് ഇപ്പോൾ തുടങ്ങിയിട്ട് അത്രയും കാലമായി. ഓക്കെ, അപ്പോൾ ഈ ക്രിക്കറ്റ് മാച്ച് അല്ലെങ്കിൽ ഏത് സ്പോർട്സാണ് ശരി, ഈ ക്രിക്കറ്റ് മാച്ച് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനാണ്. ഓക്കെ, എങ്ങനെയാണ് രണ്ട് വ്യക്തികളുടെ കോമ്പറ്റീഷൻ ഇത്രയും കാലം നിലനിന്ന് പോകണം നോക്കൂ. കാരണം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനാണ്. നോർമലി ഒന്ന് മറ്റൊന്നിനെ ഇല്ലാതാക്കി പോകും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കോമ്പറ്റീഷൻ, രണ്ട് വ്യക്തികൾ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അത് നിലനിന്ന് പോകണം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിലെ ഡിസിഷൻ മേക്കിംഗ് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ഓക്കെ, അമ്പയർ അല്ലെങ്കിൽ നമ്മുടെ മാച്ച് റഫറി അങ്ങനെയുള്ളവർ ഇൻഡിപെൻഡൻ്റ്. അവർക്ക് യാതൊരു ഒരു ടീമിനോടോ ഇതില്ല, മറ്റോ ടീമിനോടോ ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവർക്ക് അമ്പയറും ഇല്ല, മാച്ച് റഫറിയും ഇല്ല എന്ന് വെക്കുക. അതായത് കളി തീരുമാനിക്കുന്ന അവർ തന്നെ, കളിക്കുന്നവർ തന്നെയാണ് വെക്കുക. അതായത് ഇപ്പോൾ നമ്മൾ വന്ന് ബോൾ ചെയ്യണു, ഔട്ടാണെന്ന് തീരുമാനിക്കും ഇവർ തമ്മിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാലത്ത് ഇത് തീരുമാനം വരുന്നുണ്ടോ? അതായത് നമ്മളൊരാ ബോൾ ചെയ്ത് ഔട്ട് വിളിക്കുമ്പോൾ ബാറ്റ് ചെയ്യാൻ പോടാണ്ട് ഔട്ടൊന്നും അല്ല എന്ന ലെവലിൽ പറയും. ഓക്കെ, ആ ഇഷ്യൂ ഏതെങ്കിലും അവസാനിക്കും? ഇല്ല. അതുപോലെ തന്നെ സിക്സ് ആയി പറഞ്ഞാൽ അത് സിക്സ് ഒന്നും അല്ല ആ ലെവലിൽ പറയും. ഓക്കെ, അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത്. പക്ഷേ അതിൽ സിറ്റുവേഷനിൽ ഡിസിഷൻ എടുക്കുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റി ഉള്ള, അല്ലെങ്കിൽ അത് ഇൻഡിപെൻഡൻ്റ് ആയി ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഉള്ള, ബയസ്ഡ് അല്ലാത്തൊരു അതോറിറ്റി അവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ സ്പോർട്സ് നിലനിന്ന് പോകുന്നത്. ഓക്കെ, കാരണം അതിൽ ഡിസിഷൻ പവർ എന്ന് പറയുന്നത് ഒരു പുറത്തുനിന്നുള്ള വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഈ രണ്ട് കാര്യങ്ങളോടും താല്പര്യമില്ല. ഓക്കെ, ആൾ എന്താണ് സിറ്റുവേഷൻ അനലൈസ് ചെയ്ത് ആ സിറ്റുവേഷൻ അനുസരിച്ച് വാട്ട് ഈസ് റോങ്, വാട്ട് ഈസ് റൈറ്റ് എന്നിട്ട് ഇത് ഡിസിഷൻ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ആ സ്പോർട്സ് അവിടെ നിലനിന്ന് പോകുന്നത്. ഓക്കെ, വെൻ വി കം ടു റിലേഷൻഷിപ്പ്, ഓക്കെ, യു ടേക്ക് എനി റിലേഷൻഷിപ്പ്, എന്ത് റിലേഷൻഷിപ്പ് എടുത്താലും ദർ ഇസ് എ ചാൻസ് ഓഫ് കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഓഫ് പ്രോബ്ലം, ദർ ഇസ് എ ചാൻസ് ഓഫ് ഇഷ്യൂ. ഇങ്ങനെ ഇഷ്യൂസ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു സ്പോർട്സ് പോലെ തന്നെ കണ്ടിട്ടുണ്ട്. രണ്ട് വ്യക്തികൾ തമ്മിലൊരു ഇഷ്യൂ വരുന്ന സമയത്ത് കോൺഫ്ലിക്റ്റ് ഡെഫിനറ്റ്ലി ഇറ്റ് ലൈക്ക് എ വെർബൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ വെർബൽ കോമ്പറ്റീഷൻ പോലെയാണ്. ഹൂ ഈസ് റൈറ്റ്, ഹൂ ഈസ് നോട്ട് റോങ് എന്ന ലെവലിലൊരു കോമ്പറ്റീഷൻ കൂടിയാണ് അത് വരുന്നത്. അപ്പോൾ ആ സിറ്റുവേഷനിൽ ആരാണ് ഡിസൈഡ് ചെയ്യപ്പെടുന്നത്, അതായത് ഏതാണ് ശരി ഏതാണ് തെറ്റുന്നത്, അവിടെ ഒരിക്കലും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റി ഇല്ല. ഓക്കെ, കാരണം ഇതിൽ ഡിസിഷൻ പറയണമെന്ന് പറഞ്ഞാൽ ഈ രണ്ട് വ്യക്തികളുടെ തന്നെയാണ്. കാരണം ഇതിൽ ഇൻഡിപെൻഡൻ്റ് ആയ ഒരു പേഴ്സൺ ഇല്ല, കപ്പാസിറ്റി ഉള്ളത്. നമ്മളെപ്പോഴും ഒരു കാര്യത്തിൻ്റെ ഡിസിഷൻ പറയുന്നത് ഇൻഫർമേഷൻ്റെ ബേസിലായിരിക്കണം. നമുക്ക് ഇപ്പോൾ എവിഡൻസിൻ്റെ ബേസിലായിരിക്കണം. വാട്ട് ഹാപ്പൻ അതിനെക്കുറിച്ചായിരിക്കും. ഇപ്പോൾ നമ്മൾ കോർട്ടിൽ പോയാലും ഏകദേശം അതുപോലെയാണ്. അവിടെ പീപ്പിൾസിനെല്ലാം നോക്കുക, വാട്ട് ദ എവിഡൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണ്, അതിൻ്റെ ബേസിലാണ് ജഡ്ജ്മെൻറ്റ് പോവുക. ഓക്കെ, അപ്പോൾ ഇൻഫർമേഷൻ്റെ ബേസിലാണ് ജഡ്ജ്മെൻറ്റ് പോവുക. പക്ഷേ ഇതിലൊരു ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റി ഇല്ല. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇഷ്യൂ രണ്ട് വ്യക്തികൾ തമ്മിൽ തന്നെ ഡീൽ ചെയ്യണം. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഒരിക്കലും ഒരു വൺസ് ഒരു ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റി അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു ഫെയർ പ്രൊസീഡിങ് ആകില്ല. ഓക്കെ, എപ്പോഴും ഒരു രണ്ട് വ്യക്തികൾ തമ്മിലൊരു കാര്യം ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാൾ ഡിസൈഡ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് ഫെയറായി മാറുക. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിലും ഡിസിഷൻ അല്ലെങ്കിൽ ചർച്ചകൾ നടത്തുന്നത് രണ്ട് വ്യക്തികൾ തന്നെയാണ്. അതിൽ ഇൻവോൾവഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസാണ്. ഇൻട്രസ്റ്റഡ് പാർട്ടി ആകുമ്പോഴുള്ള പ്രശ്നം എന്താണ്, എപ്പോഴും ഒരു ഹ്യൂമൻ അവർക്ക് ഫേവറിങ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റേ വയ്ക്കുള്ളൂ. ഓക്കെ, എനി കോൺഫ്ലിക്റ്റ് എടുക്കുന്ന സമയത്തും ആ ഹ്യൂമന് അവനെ ഫേവറിങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനേ താല്പര്യമുള്ളൂ. ഒരിക്കലും ഓപ്പോസിറ്റ് പേഴ്സണിന് ഫേവറിങ് ആയിട്ടുള്ളത് വരില്ല. പിന്നെ അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഹ്യൂമന് ആ വ്യക്തിയെക്കുറിച്ചുള്ള 100% ഇൻഫർമേഷൻ, ഞാൻ എന്തുകൊണ്ട് അത് ചെയ്തു, ഓക്കെ, ഞാൻ എന്തുകൊണ്ട് ചെയ്തു, അവനവൻ്റെ സിറ്റുവേഷനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉണ്ടാകും. എന്നാൽ ഓപ്പോസിറ്റ് പേഴ്സണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ വളരെ കുറവായിരിക്കും. ഓക്കെ, അതായത് നമ്മൾ ഒരിക്കലും ഓപ്പോസിറ്റ് പേഴ്സൺ ഏത് സിറ്റുവേഷനിലായിരുന്നു, അയാൾ എന്തുകൊണ്ട് അത് ചെയ്തു, ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ നമ്മൾ എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ബേസിൽ ഒരു 100% ഇൻഫർമേഷൻ ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് എ എന്ന പേഴ്സൻ്റെ ഇൻഫർമേഷൻ 10%, ബി എന്ന പേഴ്സൻ്റെ ഇൻഫർമേഷൻ 100% ആണ്. എന്നിട്ട് ബി എന്ന പേഴ്സൺ ഡിസിഷൻ എടുക്കുമ്പോൾ എങ്ങനെ പോയാലും ആ വ്യക്തി എടുക്കുന്ന ഡിസിഷൻ ബീന് ഫേവറിങ് ആയിരിക്കും. കാരണം ഇൻഫർമേഷൻ കൂടുതൽ അല്ലെങ്കിൽ ഫേവറിങ് ആയിട്ടുള്ളത് ആ ബി എന്ന പേഴ്സൻ്റെ ഇതിലായിരിക്കും. അപ്പോൾ എങ്ങനെ പോയാലും നമുക്കൊരു ഫെയർ ജഡ്ജ്മെൻറ്റ് ആ സിറ്റുവേഷനിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റി ഇല്ല, ഇൻസൈഡ് ഇല്ല. പിന്നെ നമ്മൾ എടുക്കുന്ന ഡിസിഷനിലെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മളെ ഫേവറിങ് തന്നെ ആയിരിക്കും. അപ്പോൾ ഒരിക്കലും ഓപ്പോസിറ്റ് പേഴ്സൻ്റെ ഇൻഫർമേഷൻ നമ്മുടെ കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ആ വ്യക്തിയുടെ 10% ഇൻഫർമേഷനെ നമ്മുടെ കയ്യിലുള്ളൂ, നമ്മുടെ 100% ഇൻഫർമേഷൻ. എങ്ങനെ പോയാലും ഇറ്റ്സ് ഗോയിങ് ടു ബി അൺഫെയർ ജഡ്ജ്മെൻറ്റ്. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാന്നുള്ളതാണ്, ഈ ഇഷ്യൂ ചെയ്യണം. പക്ഷേ ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളുടെ ഇഷ്യൂ മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, കാരണം വാട്ട് ഈസ് ദ ഇഷ്യൂ ബിറ്റ്വീൻ, ഇറ്റ്സ് നോട്ട് എന്താ പറയുക,
നമ്മളൊരു ലീഗൽ ഇഷ്യൂ ഒന്നും അല്ല. ഓക്കെ, ഇറ്റ്സ് പേഴ്സണൽ ഇഷ്യൂ ഒരിക്കലും ഒരു ഔട്ട്സൈഡ് വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ടു സം എക്സ്റ്റെൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ യു ഹാവ് ടു ഗോ ത്രൂ എ പ്രൊഫഷണൽ ലെവൽ, അല്ലെങ്കിൽ ഭയങ്കര ലെവലിലേക്ക് പോകണം. അവിടെയും ഇറ്റ്സ് വെരി ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ വരുന്ന ഇഷ്യൂ എന്നത് സോൾവ് ചെയ്യാൻ പറ്റുക എന്നത് എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ വെൻ ദോസ് പീപ്പിൾ തിങ്ക് ലൈക്ക് വൈസ് പീപ്പിൾ. ഓക്കെ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇഷ്യൂ അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുക വൈസസ് പേഴ്സൺ ആയിട്ട് തിങ്ക് ചെയ്യുമ്പോൾ, വെൻ യു തിങ്ക് ഫ്രോം ദ ഓപ്പോസിറ്റ് പേഴ്സൺ. ഓക്കെ, അതായത് നമുക്കൊരിക്കലും അതാ പറഞ്ഞത് ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ഇല്ല, അതുകൊണ്ട് ആ ഒരു ഏരിയ നമുക്ക് ഇതായി. പിന്നെ ഓട്ടോമാറ്റിക്കലി പുറത്തുനിന്ന് ഒരാളെ നമ്മൾ ചൂസ് ചെയ്ത് ഒരു അമ്പയറായി നിർത്തിയാൽ പോലും ആ വ്യക്തിക്ക് നമ്മളുടെ പ്രോബ്ലം സൊല്യൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മളായിട്ട് ഡിസിഷൻ എടുക്കാൻ പോയാൽ പോലും നമ്മളെപ്പോഴും നമുക്ക് ഫേവറിങ് ആയിട്ട് ഡിസിഷൻ ഉള്ളൂ. അപ്പോൾ ടു സോൾവ് എ ഇഷ്യൂ യു ഷുഡ് തിങ്ക് ആസ് എ വൈസ് പേഴ്സൺ. എപ്പോഴും ഓപ്പോസിറ്റ് പേഴ്സണിന് വേണ്ടി നമ്മൾ ചിന്തിക്കണം ആ സിറ്റുവേഷനിൽ. എനി കോൺഫ്ലിക്റ്റ് കമ്മിൻ വൈ ദാറ്റ് പേഴ്സൺ. എന്നോട് ഞാനെപ്പോഴും അങ്ങനെ വരുന്ന സമയത്ത് മേ ബി ആ ഓപ്പോസിറ്റ് പേഴ്സൺ എന്താണ് പറയാനുള്ളത്. ഓക്കെ, ഞാൻ ഒരിക്കലും ഇൻഡിപെൻഡൻ്റ് ആയി ഡിസിഷൻ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ആ പേഴ്സൺ എന്താണ് അതിൽ പറയാനുള്ളത്, വാട്ട് ദേ ഹാവ് സംതിങ്, മേ ബി അവർക്ക് വാലിഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിലുണ്ടെങ്കിൽ യു ഹാവ് ടു കൺസിഡർ ഇറ്റ്. മേ ബി നമുക്കതിൽ ഒന്നും ഫെയർ ആയി തോന്നില്ലെങ്കിലും ദേ ഫീൽ ദേ ആർ ഫെയർ. അപ്പോൾ ഓപ്പോസിറ്റ് പേഴ്സണിന് എന്താണ് വേണ്ടത്, ഓപ്പോസിറ്റ് എന്ത് ചെയ്തു, വാട്ട് ഈസ് ദെയർ സിറ്റുവേഷൻ എന്നതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു ഫെയർ ജഡ്ജ്മെൻറ്റ് അവിടെ എടുക്കാൻ പറ്റുള്ളൂ. സോ വെൻ യു കം ടു എ റിലേഷൻഷിപ്പ്, ഇഫ് യു വാണ്ട് ടു സോൾവ് എ കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ആണ് ശരി, ഇഷ്യൂ ആണ് ശരി, നമ്മുടെ ഇടയിൽ തന്നെ അത് സോൾവ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ you should be able to think like a wisest person think for the opposite person. Okay, opposite person വേണ്ടി തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റി വൈസസ്റ്റ് പേഴ്സൺ ഉണ്ടാവും. കാരണം നമ്മൾ ഒരിക്കലും 100% ജുഡീഷ്യലി തിങ്ക് ചെയ്യാൻ ഒരു എബിലിറ്റി ഉള്ള പേഴ്സണാണ്. ജുഡീഷ്യലി പറഞ്ഞാൽ ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളതായിരിക്കും, ടോട്ടലി അൺബൈസ്ഡ് ആയിരിക്കും. നമ്മളവിടെ ബൈസ്ഡ് തന്നെയാണ്. കാരണം വി ആർ ഇൻവോൾവ് ഇൻ അവർ ഓൺ പ്രോബ്ലം അല്ലേ, നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മൾ തന്നെയാണ് ജഡ്ജ്മെൻറ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മളൊരു കോസി ജുഡീഷ്യലാണ്. കോസി ജുഡീഷ്യൽ എന്ന് പറയുമ്പോൾ ഹാഫ് ജുഡീഷ്യലായിട്ട് ചിന്തിക്കേണ്ടി വരും. കാരണം നമ്മൾ ജുഡീഷ്യൽ കപ്പാസിറ്റിയിൽ നിൽക്കുമ്പോൾ ഒരു വ്യക്തി അങ്ങനെ ചിന്തിക്കുമോ ആ രീതിയിൽ തന്നെ ചിന്തിക്കണം. അതായത് ജുഡീഷ്യൽ കപ്പാസിറ്റി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒന്നിനും ഫേവറബിളായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റില്ല, ഒന്നിനും ശരിയാണ് ഇത് തെറ്റാണ് എന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെ ഇഷ്യൂവിൽ നമ്മൾ തന്നെ ജുഡീഷ്യറി ആയി മാറണം. ആ സിറ്റുവേഷനിൽ എങ്ങനെ പറയാം, നമ്മൾ ഒരിക്കലും ഞാനാണ് ശരി എന്ന ലെവലിലേക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതായത് ഓപ്പോസിറ്റ് നിൽക്കാൻ റോങ് ആണെന്നുള്ള രീതിയിൽ നമ്മളവിടെ ജുഡീഷ്യൽ കപ്പാസിറ്റി ഇല്ലെങ്കിൽ പോലും നമ്മളൊരു കോസി ജുഡീഷ്യൽ കപ്പാസിറ്റിയാണ് നിൽക്കണം. ആ സമയത്ത് നമ്മൾ ഒരിക്കലും ഞാൻ ശരി നീ റോങ്, അല്ലെങ്കിൽ വാട്ട് ഐ ഡിഡ് ഇറ്റ്സ് പ്രോപ്പർ തിങ് യു ഡു റോങ് എന്ന് പറഞ്ഞിട്ടില്ല. യു ഷുഡ് തിങ്ക് ഇൻ ദ ജുഡീഷ്യലി ഹാവ്. അങ്ങനെയെങ്കിൽ പോലും നമ്മൾ ഫ്രീ ഓപ്പൺ ആയിരിക്കണം. ഓപ്പണായിട്ട് ചിന്തിക്കുക, ഓപ്പണായിട്ട് സംസാരിക്കുക, ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുക, ഓപ്പണായിട്ട് കോംപ്രമൈസ് ചെയ്യുക, ഓപ്പണായിട്ട് മീഡിയേറ്റ് ചെയ്യുക. ആ സിറ്റുവേഷൻ നമുക്ക് ഓക്കെ, ആ സിറ്റുവേഷനിൽ വാട്ട് ഈസ് റൈറ്റ്. ഓക്കെ, ഇപ്പോൾ മേ ബി നമ്മൾ ആദ്യം ചിന്തിച്ച സമയത്ത് വി മൈറ്റ് ഫീൽ വി ആർ ദ റൈറ്റ് തിങ് ആഫ്റ്റർ ടോക്കിംഗ് ടു ദാറ്റ് പേഴ്സൺ ജുഡീഷ്യലി. ഓക്കെ, വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് ബയസ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓപ്പോസിറ്റ് പേഴ്സണോട് സംസാരിച്ചതിന് ശേഷം വി റിയലൈസ് ദാറ്റ് ഓക്കെ ദാറ്റ് പേഴ്സൺ ഈസ് ദ റൈറ്റ് ഇൻ ദോസ് സിറ്റുവേഷൻ. മേ ബി അത് ഒരിക്കലും ഒരു സിറ്റുവേഷനിൽ ഒരാൾ റൈറ്റ് റോങ് എന്നല്ല, വാട്ട് ഈസ് എ ഫെയർ തിങ് ദാറ്റ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ എന്താണ് ജസ്റ്റിസ് ആയിട്ടുള്ള കാര്യങ്ങൾ. രണ്ട് വ്യക്തികൾക്കും ചിലപ്പോൾ മേ ബി ഒരു കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടാകാം, പക്ഷേ വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, ആ സിറ്റുവേഷനിൽ ഓപ്പോസിറ്റ് പേഴ്സൺ പറഞ്ഞ കാര്യമാണ് മോർ ഇമ്പോർട്ടൻ്റ് എങ്കിൽ യു ഷുഡ് ഗീവ് ദ റെസ്പെക്ട് ടു ദാറ്റ് പേഴ്സൺ. ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണ് എന്താണോ പറഞ്ഞത് അതിനെ കൂടുതൽ റെസ്പെക്ട് കൊടുത്തിട്ട് അതിനെ ഫേവറബിളായിട്ട് ഡിസിഷൻ പറയണം. കാരണം ഇറ്റ്സ് നോട്ട് അബൌട്ട് റിജക്റ്റിംഗ് വൺ തിങ് ആൻഡ് അക്സെപ്റ്റിംഗ് വൺ തിങ് അല്ലേ. നമ്മൾ നോർമലി പറയുമ്പോൾ ഞാൻ ശരി നീ റോങ് എന്നല്ല, അങ്ങനെ ഒരു ചിന്ത അതില്ല. രണ്ടും കൂടി ബാലൻസ് വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മോർ ഇമ്പോർട്ടൻ്റ് ഏതാണോ അതിന് കൺസിഡർ ചെയ്തിട്ട് മറ്റേതിന് സെക്കൻഡറി നിർത്തിക്കൊണ്ട് നമ്മൾ ഡിസിഷൻ എടുക്കണം. സംടൈം അത് നമുക്ക് ഫേവറബിളായിട്ട് എടുക്കാം, സംടൈം അത് അൺഫേവറബിൾ ആയിട്ടും വരിക. അപ്പോൾ യു ഷുഡ് ഹാവ് ദ എബിലിറ്റി ടു അക്സെപ്റ്റ് ടു സ്റ്റാൻഡ് ബിഹൈൻഡ്. ഓക്കെ, വാട്ട് യുവർ സൈഡ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വാട്ട് ഐ സൈഡ് എന്ന ലെവലിൽ ചിന്തിക്കാനുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ ടു സം എക്സ്റ്റെൻറ്റ് യു ക്യാൻ സോൾവ് ദ ഇഷ്യൂസ്. അതർവൈസ് യു വിൽ എൻഡഡ് അപ്പ് ഇൻ ദ കോൺഫ്ലിക്റ്റ്, ആർഗ്യുമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇറ്റ്സ് ബെറ്റർ ടു നോട്ട് ടേക്ക് ഇൻ ടു ഇഷ്യൂസ് ഇൻ ദ ആർഗ്യുമെൻറ്റ്സ്. ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് എ ഡിസ്കഷൻ, അല്ലെങ്കിൽ മീഡിയേഷൻ, കോംപ്രമൈസ്, ഇതൊക്കെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വഴികൾ. ആർഗ്യുമെൻറ്റ്സ് ഈസ് ഐ ആം റൈറ്റ് യു ആർ റോങ്, ആ ലെവലിൽ തന്നെ നിന്ന് ചിന്തിക്കുമ്പോഴാണ് ആർഗ്യുമെൻറ്റിലേക്ക് പോകാം. ജസ്റ്റ് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൻ്റെ തോട്ട് എന്താണ്, ഓപ്പോസിറ്റ് പേഴ്സൺ എന്തുകൊണ്ട് ആക്ട് ചെയ്തു എന്ന ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് യു ബിക്കം എ വൈസ് പേഴ്സൺ. ദെൻ വൈസ് പേഴ്സൺ ഹാവ് ദ എബിലിറ്റി ടു സോൾവ് ദ ബിഗ് ഇഷ്യൂ ആൾസോ. ബട്ട് നെവർ നമ്മളൊരു ഇഷ്യൂ വരുന്ന സമയത്ത് തന്നെ നമുക്ക് വേണ്ടി മാത്രം ചിന്തിക്കാതെ ഓപ്പോസിറ്റ് പേഴ്സണിന് വേണ്ടി ചിന്തിക്കുക. അപ്പോൾ ഇഷ്യൂസ് സോൾവ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഇഷ്യൂസ് സോൾവ് ചെയ്യപ്പെടില്ല. ഇറ്റ്സ് ആൾവേസ് ആ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കും. ദ ആർഗ്യുമെൻറ്റ്സ് വിൽ കണ്ടിന്യൂ, ഇറ്റ് നെവർ ഗോയിങ് ടു എൻഡ്. ബട്ട് തിങ്ക് ലൈക്ക് എ ജുഡീഷ്യൽ കപ്പാസിറ്റി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നമുക്ക് വേണ്ടി മാത്രം ചിന്തിക്കരുത്. ഓക്കെ, ആ സിറ്റുവേഷനിൽ ആർക്കാണോ കൂടുതൽ ഫേവറിങ് പോകേണ്ടത് ആ വ്യക്തിക്ക് തന്നെ നമ്മൾ ചിന്തിക്കണം. ആ സിറ്റുവേഷനിൽ ആരാണോ ജസ്റ്റിസ് ഡിസേർവ് ചെയ്യുന്നത് ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കേണ്ടത്. മേ ബി അത് ചിലപ്പോൾ നമ്മളായിരിക്കാം,
ആ ഓപ്പോസിറ്റ് പേഴ്സൺ. പക്ഷേ മെജോറിറ്റി സിറ്റുവേഷനും ഗീവ് ടു ഓപ്പോസിറ്റ് പേഴ്സൺ. ഓക്കെ, നമ്മൾ ആ സിറ്റുവേഷനിൽ ഓപ്പോസിറ്റ് പേഴ്സണെ ഫേവറായിട്ട് നമുക്ക് ചിന്തിക്കാനും നമുക്ക് പ്രവർത്തിക്കാനും കഴിഞ്ഞാൽ വി ക്യാൻ ഈസിലി സോൾവ് ദ പ്രോബ്ലം. ദ ഗ്രേറ്റ് പീപ്പിൾ ഡു ദാറ്റ് ആൻഡ് വൈസസ്റ്റ് പീപ്പിൾ ഡു ദാറ്റ്. സോ ബിക്കം എ ബെറ്റർ പേഴ്സൺ. അത് ഇറ്റ്സ് നോട്ട് എ ഓവർനൈറ്റ് പ്രോസസ്. നമുക്ക് അത് ട്രെയിൻ ചെയ്ത് തോൽക്കാൻ പഠിച്ചിട്ടുണ്ടാവണം അല്ലേ. എല്ലാ മനുഷ്യനും ജയിക്കാനാണ് ആഗ്രഹിക്കുക, പക്ഷേ തോൽക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ യു ഷുഡ് ബിക്കം എ വൈസ് പേഴ്സൺ. അതായത് ഓക്കെ, വാട്ട് യു ആർ സേയിങ് അന്ന് കൺസിഡർ ചെയ്യാൻ നമുക്ക് ചിന്തിക്കാൻ കഴിയും.